എത്ര നേരമായതാ പോയിട്ട്? അവൻ തേച്ചു തരണ്ടേ? കൊണ്ടുപോയി കൊടുക്ക. സാർ സാർ, എന്താണ് താമസിച്ചത്? അവനെതിരെ താമസിപ്പിച്ചു. ഞാൻ അവനോ എന്ന് തുടക്കി. സാർ എങ്ങനുണ്ട്? നീ പോടാ. വല്ലതും വേണമെങ്കിലേ ആ രാജുവിനോട് പറഞ്ഞാൽ മതി. ഉച്ചയ്ക്ക് വരില്ലേ? വരണോ? പിന്നെ വരാതെ? ഒരുപാട് ജോലിയുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ 2 വണ്ടികൾ കിടപ്പുണ്ട് അവിടെ. വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കൊടുത്തില്ലെങ്കിൽ എന്നെ അവന്മാര് തൂക്കിയെടുത്തോണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഉച്ചയ്ക്ക് ഊണ് രാജുവിന്റെ കൊടുത്തേക്കാം. അതാ നല്ലത്. അപ്പൊ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ. ആ, അങ്ങോട്ടൊരു കണ്ണു വേണേ. നീ ഇവിടെ നോക്ക്, ഞാനിപ്പോ വരാം. ഇഷ്ടപ്പെട്ടോ ഇവിടം? രാവിലെ കുളിയൊക്കെ കഴിഞ്ഞായിരിക്കും. സൗകര്യങ്ങളൊക്കെ കുറവല്ലേ? എന്താവശ്യം ഉണ്ടെങ്കിലും ഈ വാലൊന്ന് തുറന്നാ മതി, ഞാനവിടെ ഉണ്ട്. രാജമ്മേ, കുട്ടികൾക്ക് രാവിലത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും കൂടെ. മുട്ടയും ബ്രെഡും ഒക്കെ കാണില്ലേ? ഉണ്ട്. കൊച്ചമ്മ എവിടെ? സുഖമില്ലാ കിടക്കുകയാണോ? രാവിലെ വന്നിട്ട് കണ്ടില്ലല്ലോ. അമ്മ എവിടെ? എവിടെ മോനെ? രജനി, കോഫി ഹൗസിൽ കയറി എന്തെങ്കിലും കഴിച്ചോ ഉച്ചയ്ക്ക്? ഹലോ, അതെ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ. രാജമ്മ പൊയ്ക്കോ. തുണി എന്തെങ്കിലും കഴുകിടാനുണ്ടെങ്കിൽ ഇന്ന് വേണ്ട. ആരാ വിളിച്ചത്? സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡയറക്ടറായിരുന്നു. സാർ, എന്താ? ഭാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. സാറിനോട് ചോദിച്ചിട്ട് പോകാമെന്ന് കരുതി. ആരെയാ? ഭാര്യ. സാർ സാർ ലീവില്ലേ? സൈൻ ചെയ്തു പോയി സാർ.
സൈൻ ചെയ്തു പോയെങ്കിൽ പോകണ്ട. വയ്ക്കോ. സാർ അകത്തുണ്ട്. ഹലോ. ഹലോ. ബാലേട്ടനോ? എന്താ ലീവ് എടുത്തോ? ഒരു ഗ്യാപ്പിന് വന്നോ ഞാൻ. വേണി നമുക്ക് കൈമൾ സാർ ഒന്ന് പോയി കാണണ്ടേ? വേറെ ആരും ഇല്ലല്ലോ ഒന്ന് കൺസോൾ ചെയ്യാൻ. വേണേപ്പോ? അങ്ങേരെ ഇന്ന് രാവിലെ ഞാൻ കണ്ടു. ഇങ്ങോട്ട് വരുമ്പോ പുള്ളി കൂളായിട്ട് ഓഫീസിലേക്ക് പോകുമായിരുന്നു. ഇവിടെ എത്തി വിവരം പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങേര് ഒന്നും സംഭവിക്കാത്തതുപോലെ. റിയലി സർപ്രൈസിങ്. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു, ഉണ്ടോന്നറിയാൻ. സാർ എന്തെങ്കിലും പറഞ്ഞു? ഞാൻ അതേപ്പറ്റി ഒന്നും ചോദിച്ചില്ല. ഞാൻ അപ്പുറത്തിരിക്കാം. ആ, പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണേല് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങേരെ ആളൊരു മുരടനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. പക്ഷേ പാവ. മേ ബി. പക്ഷെ ഭാര്യയെ മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ? ഈ സിറ്റുവേഷനിൽ മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. ഐ തിങ്ക് ഷി വാസ് ഫ്രസ്ട്രേറ്റഡ് സെക്ഷുവലി. ഷീ നീഡഡ് എ സ്ട്രോങ് മാൻ. ദാറ്റ് ഇസ് വെരി ക്ലിയർ. യാ. ആ ഗാന്ധിമതിയല്ലേ? ഞാന് ആൽഫാനോമേഗ. ആ ഡിസൈൻ ശരിയായിക്കൊണ്ടിരിക്കുക. 1 മണിക്കൂർ കൂടി കഴിഞ്ഞ ആളെ വിട്ടാ മതി, കൊടുത്തയക്കാം. ഞാനൊരു 4-4:30 ആകുമ്പോൾ വീട്ടിലെത്തും. ശരി ബാലട്ട, ഞാൻ എത്തിക്കൊള്ളാം. ഹലോ. നന്നായിരിക്കും. ഇത്ര സംശയം എന്താ? ശരി, വെച്ചേക്കട്ടെ. സാർ, ഇത് ഇന്ന് അയക്കേണ്ട ഫയല. ഒരു ഒപ്പിടണം. നാളെ അയക്കാം. ഞാൻ ഇറങ്ങ. പണി 3:30 ആയുള്ളൂ. കൈമൾ സാർ എന്താ പതിവില്ല നേരത്തെ? പിയൂണുമില്ല, ടൈപ്പിസ്റ്റ് അവധിയിൽ വാ. നമ്മൾ വീട്ടിൽ പോകണമെന്നാ തോന്നുന്നത്. രജനിക്കുഞ്ഞെ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അച്ഛാ, രാജമ്മ വന്ന് നിൽക്കുന്നു. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ. ഗോകുൽദാസ് ഗോസ്വാമി. നല്ല തേയില, പക്ഷെ ക്യാമ്പയിൻ ഫെയിലായി. ഗോസ്വാമി ഗോസ്വാമി ആസാമി ടീ തണ്ടടായ് എന്നായിരുന്നു പരസ്യം. പക്ഷെ ഏറ്റില്ല. ഇവിടെ കേരളത്തിൽ വിൽക്കാൻ പറ്റുമെന്ന് നോക്കാൻ കമ്പനിക്കാരൊരു സാമ്പിൾ പാക്കറ്റ് തന്നതാ. ഞാൻ അതിങ്ങി കൊണ്ടുപോന്നു. അല്ല, പോണ്ടേ? ഞാൻ വരുന്നില്ല ബാലട്ട. അപ്പൊ പിന്നെ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞത്? ഞാൻ അവിടെ ചെന്നിട്ട് എന്താക്കാനാ? ചിലപ്പോ എന്നെ കാണുമ്പോ സാറിന് ദേഷ്യം വന്നേക്കും. ഊഹിച്ചൂടെ? ഓ, അതൊന്നുമില്ല. സാറെന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? നീയാണോ കാരണം? അതുകൊണ്ടല്ല, സാറിന് ഈ അവസ്ഥയിൽ കാണാൻ വയ്യ. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം.
എങ്ങോട്ടാ? ഞാനൊന്ന് കൈമൾ സാറിന്റെ വീട് വരെ പോകും. ഞാൻ അവിടെ നിന്ന് കയറിയാലോന്ന് ആലോചിച്ചതാ. സാറിന് വരുന്നോ കണ്ടു, കാർ തുടങ്ങിയായിരുന്നു. അപ്പൊ ശരി, ഞാനെന്നാ കൂടെ ചെല്ലട്ടെ. ഓക്കെ ഓക്കെ. രജനിയുടെയും ഉണ്ണിയുടെയും പരീക്ഷ ഇപ്പോൾ കഴിയും. പിന്നെ രണ്ടുപേരെയും വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഇനി അവരെ അവിടെ നിർത്തി പഠിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഇവിടെ നിന്നാൽ ശരിയാവില്ല. അമ്മയാണെങ്കിൽ മുമ്പേ പറയുന്നതാ അവരെ അവിടെ ചേർത്ത് പഠിപ്പിച്ചാൽ മതിയെന്ന്. സാറ് നാട്ടിൽ പോകുന്നില്ലേ? ബസ് കയറ്റി വിട്ട് അവർ പൊയ്ക്കോളും. ഞാൻ പിന്നെ സ്കൂളിൽ ചേർക്കേണ്ട സമയമാകുമ്പോൾ പോയാൽ മതിയല്ലോ. പോയാൽ ആ തോമസ് ആയിരിക്കും. അച്ഛനുണ്ടോ? ഉണ്ട്. ഓഫീസിൽ ചെന്നപ്പോഴാ അറിഞ്ഞത്. അല്ലെങ്കിൽ രാവിലെ തന്നെ വരുമായിരുന്നു. ആദ്യം വിശ്വസിച്ചില്ല. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായി ഇപ്പൊ അധികവും സംഭവിക്കുന്നു. എന്തായാലും വലിയ കഷ്ടമായിപ്പോയി. കേട്ടപ്പോൾ ഒരു ഷോക്ക് അടിച്ചതുപോലെയായിരുന്നു. കുറെ നേരം ഞാൻ തരിച്ചിരുന്നു. ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഓരോരുത്തരുടെ ചോദ്യം. സാറുമായിട്ടും ഈ വീടുമായിട്ടും ഞാൻ നല്ല അടുപ്പത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാ. പോകുമ്പോ രാജമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. കുറെ നാളായി കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ എങ്ങനെ അറിയാഞ്ഞ? എല്ലായിടവും തൂത്ത് പാത്രങ്ങളും കഴുകി വല്ലതും നനയ്ക്കാഞ്ഞുണ്ടെങ്കിൽ അതും ചെയ്തിട്ട് ഞാനങ്ങ് പോയില്ലേ. രാജമ്മ പോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ. സുഖമല്ലയോ? കണ്ടാൽ ഇങ്ങനെ വല്ലതും തോന്നുന്നു. ശുദ്ധ പാവം. എന്നാലും ഒരു സംശയത്തിനും ഇടകൊടുക്കാതെ. ഭയങ്കര സാമർഥ്യം തന്നെ, സമ്മതിക്കണം. പാവം. നമുക്ക് പോകാം. ആ, ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. സാർ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. പിന്നെ കാണാം. വാ. കുറച്ചു നേരം കൂടെ ഇവിടെ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചത്. സാർത്തർ പറഞ്ഞല്ലോ, അതർ പീപ്പിൾ ആർ ഹെൽ. അത് നേരാ. സങ്കടവും വിഷമവും അവമാനവും ഒക്കെ കാണാനാ മിക്ക ആളുകൾക്കും താല്പര്യം. അച്ഛാ, രാജമ്മ പോവാന്ന്. ആ, പൊയ്ക്കൊള്ളാൻ പറ. എല്ലാവർക്കും പറഞ്ഞു ചിരിക്കാനൊരു കാര്യമായി. ഭർത്താവിന്റെ കഴിവുകേട് കൊണ്ട് ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി. ഉദ്യോഗവും പദവിയും മാന്യതയും ഒക്കെ ഉണ്ടായിട്ടെന്താ? ഒരു കഴിവുകെട്ടവൻ. സാറങ്ങനെ പറയുന്നത് കേട്ടപ്പോ ശരിക്കും സങ്കടം തോന്നി. കരഞ്ഞു പോകുന്ന പോലും തോന്നി. മാന്യത പോകുന്നതാണ് സാറിന്റെ പ്രശ്നം. മാന്യതയ്ക്ക് അടങ്ങിയൊതുങ്ങി കഴിയുന്ന ഒരു ഭാര്യയും വേണമല്ലോ. എല്ലാം ഇട്ടച്ചു പോയി സുശീല ചേച്ചിയുടെ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെയുള്ള ജീവിതം കിട്ടാൻ ആർക്കറിയാം? എല്ലാവരും കുറ്റപ്പെടുത്തുകയല്ലേ ഉള്ളൂ. എല്ലാവരുടെ കണ്ണിലും തെറ്റുകാരി, പിഴച്ചവൾ. ഇങ്ങനെയൊന്നും ഉണ്ടാവരുതായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ? ഉണ്ടായി കഴിഞ്ഞില്ലേ. ഇനി ആയതുപോലെ. ജീവിതം ഇത്ര നിസ്സാരാണോ? എന്തോ
ഒന്നുകൂടെ അവരെ ചെന്ന് കണ്ടാലോ? കണ്ടിട്ടോ? പറഞ്ഞു നോക്കാലോ. ഇനി അതിനൊന്നും പോകണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു. കിടക്കുന്നില്ലേ? നീ ഉറങ്ങിക്കോ.